അപ്പൊ കല്യാണത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. ബാക്കി വീഡിയോസ് ഒക്കെ ഞാൻ പുറകെയായിട്ട് അപ്ലോഡ് ചെയ്യാം. കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വൈകുന്നേരം അപ്പൊ മുടിഞ്ഞ വിശപ്പ്. എന്തെങ്കിലും കഴിക്കാൻ ഓർത്തിട്ട് നമ്മൾ നേരെ എന്നെ കൂട്ടിയിട്ട് നേരെ വില്ലേങ്ങല് പോയിട്ടോ. നമ്മൾ വില്ലേങ്ങല് കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഗോപിച്ച് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിച്ചിട്ട് പോവാം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഗോപിയേച്ചി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ കൂടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഞാനൊന്നും കാര്യമായിട്ട് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവും. നമ്മളിവിടെ വരാറുള്ളപ്പോ ചായ കുടിക്കാൻ പോകുന്നൊരു ചെറിയ ചായക്കട ഇട്ടോ. നേരെ നമ്മൾ അവിടെയാ പോയത്. നല്ല പഴംപൊരിയും ചൂട് ബീഫ് കറി ആയിരുന്നു കേട്ടോ. ആക്രാന്തം കൊണ്ട് കൈയിട്ട് വരിയതാണ് അവള് ചൂടുകൊണ്ട് കൈ. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം വിശപ്പുണ്ട്. ആ ഒരു ആക്രാന്തത്തിലാണ് കേട്ടോ ചൂടുള്ള കറിയിലേക്ക് അങ്ങ് കൈയിട്ട് വരിയത്. പിന്നെ പഴംപൊരി ബീഫും എന്നുള്ള കോമ്പിനേഷൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ട് ഒരിടയ്ക്ക് നല്ല ട്രെൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവര് മുന്നേ കഴിച്ചിട്ടുണ്ടോ ഞാൻ ചോദിച്ചു നോക്കാൻ. എനിക്ക് എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലവർക്കൊക്കെ ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര വിയേർഡായിട്ട് തോന്നും. പക്ഷേ നല്ല പഴുത്ത പഴം കൊണ്ടുണ്ടാക്കിയ പഴംപൊരി നല്ല ചൂടുള്ള എരിവുള്ള ബീഫ് കറിയും കഴിക്കാൻ ആഹാ നല്ല ടേസ്റ്റ്. കഴിച്ചില്ലെങ്കിൽ ട്രൈ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു വലിയ വിശപ്പിന്റെ കാര്യം, ആ ഒരു ആക്രാന്താണ് കേട്ടോ ഈ പ്ലേറ്റിൽ കാട്ടിക്കൊണ്ടിരിക്കുന്ന. പഴംപൊരി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മുട്ട ബജ്ജി വാങ്ങിയിട്ട് അതും ബീഫും കൂട്ടിയിട്ടാണ് കഴിച്ചു. അങ്ങനെ നമ്മൾ 2 സെറ്റ് പഴംപൊരിയും ബീഫും കഴിച്ചിട്ടാണ് നമ്മുടെ വിശപ്പൊന്ന് സെറ്റായത്. ഇടയ്ക്ക് ഇങ്ങനെ കസിൻസ് ഒക്കെ കൂടി പുറത്തൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ നല്ല വൈബാണ്. നമുക്കിടയിൽ എന്താന്ന് വെച്ചാൽ ഒരിടയ്ക്ക് ഒരാൾ ഫ്രീ ആവും, ഒരിടയ്ക്ക് വേറൊരാൾ ഫ്രീ ആവും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒപ്പം വരാൻ പറ്റും. ഫുഡ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങാണ്ട് അവിടെ എന്റെ മാമൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിൽ പോയിട്ട് കല്യാണ വീട്ടിൽ പോയിട്ട് വേറെ കുറച്ച് ഫുഡ് കഴിക്കാൻ. ഇപ്പൊ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. ഇനി നിന്ന് കഴിഞ്ഞാൽ അമ്മ മടക്കനത്തൻ്റെ എടുത്തിട്ട് ഓടിക്കും.